ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നേ ദിവസത്തെ റൂട്ടീന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവനായി കണ്ടുനോക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഡെയിലി റൂട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കിച്ചൻ്റെ ഡോറൊന്ന് തുറന്നു നോക്കി. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ, പുറത്ത് വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു വൈബായി തോന്നിയില്ല. അപ്പോൾ ഞാൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് പോകാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. സിറ്റൗട്ട് പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞാണ് കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നതാണ് കേട്ടോ. പാടൊന്നും കാണാനല്ല, നല്ല മഞ്ഞില്ലോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനേതായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാന്ന് എഴുതിയിട്ടുണ്ടായിനി. പിന്നെ രാവിലെ എണീറ്റാൽ തന്നെ നേരത്തെ എണീക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം നമുക്ക് കിട്ടുമല്ലോ. ഞാനേതായാലും ആക്കും പോലെ അങ്ങനെ റിലാക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ പോയിട്ട് നമുക്ക് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിന്ന് പുട്ടാണ് കേട്ടോ. നമുക്ക് പുട്ട് റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. പുട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, പുതുമൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്, വൈറ്റ്. പിന്നെ പുതുമ പുട്ടുപൊടി നല്ലൊരു പുതുമ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ തന്നെയാണ് വാങ്ങാറുള്ളത് കേട്ടോ, പുതുമൻ്റെ പുട്ടുപൊടി. അങ്ങനെ ഞാനിതിൻ്റെ ഫ്രീസറിൽ കുറച്ച് തേങ്ങ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യമാകുമ്പോൾ അങ്ങനെ എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട്. അപ്പോൾ ചിരകി എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ വെച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിനില്ലേ ആ ഒരു സൈസ് ആകുമ്പോൾ അത്ര മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് എന്താ പറയുക വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പുട്ട് എത്ര കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി നോക്കി പുതുമ പുട്ടുപൊടി. ഇതിലേക്ക് കറി വെക്കാനായിട്ട് ചെറുപയറുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അത് ഞാൻ രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ കരുതി കുറച്ച് ചൂടുവെള്ളത്തിൽ വെക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. അങ്ങനെ ആ ഒരു ടൈമായപ്പോൾക്ക് നമ്മൾ പുട്ട് ചുട്ടെടുക്കുകയാണ്. പുട്ടൊക്കെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോനും കുക്കുണ്ട്, കുക്കുകൾക്ക് ഫുഡ് കൊടുക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾക്ക് കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ചെറുപ്പയർ കറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാത്രം ഒരു ചെറുപ്പയർ കറി കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ഒന്ന് അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതായാലും മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ തന്നെ നേരമൊക്കെ വെളുത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു മദ്രസക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പോയി കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ അത് ചെയ്താൽ അങ്ങനെ കുന്നുകൂടി നിൽക്കൂലല്ലോ എഴുതിയിട്ടോ. എന്നാൽ തന്നെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ട്. അപ്പോൾ ഫിനുവിന് ഈ ഒരു കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് രാത്രിക്കത്തെ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും പിന്നെ നമ്മളെ ജീരകമൊക്കെ ഇട്ടിട്ട്, ജീരകം പറഞ്ഞാൽ പെരുംജീരകമല്ലേ, അതൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാലയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഒരു ചിക്കൻ മസാല പുട്ട് റെഡിയാക്കി ഓൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഞാൻ ഏതായാലും ഇപ്പോൾ ഒന്നും ഫുഡ് കഴിക്കൂല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കരുതി എന്നാൽ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കരുതി. അപ്പോഴാണ് കേട്ടോ നമ്മളെ സൂര്യൻ ഇതുപോലെ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ കളറായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിലാണ് കേട്ടോ. ചായക്ക് വെള്ളം വെച്ച് പോകുന്നതിന് കേട്ടോ. ഞാൻ ചായ അടിച്ചിട്ടില്ല, പുട്ടും ചായ ഒന്നും കുടിച്ചാതെ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു എനർജിയാണ് കേട്ടോ. നല്ല തണുപ്പും ഒരു നല്ലൊരു എനർജി ആയിട്ട് നമുക്ക് പുല്ലറിച്ചാനും മുറ്റം ക്ലീൻ ആക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. നല്ലോണം പുല്ലുണ്ട് കേട്ടോ മുറ്റത്ത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും നന്നായിട്ട് പുല്ലുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ നല്ല പറ്റിയ നേരമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. നല്ല തണുപ്പുണ്ടല്ലോ. ഞാൻ മുറ്റത്തേക്ക് വരുമ്പോൾ കുറേ കിളികൾ, തത്ത, കുരുവി അങ്ങനത്തെ ഐറ്റംസ്, കാക്കച്ചികൾ, ചെതൽക്കാടൊക്കെ ഉണ്ടാവട്ടെ നമ്മളെ മുറ്റത്ത്. കാര്യമായിട്ടിൻ്റെ മുറ്റത്ത് അവർക്ക് തിന്നാനൊന്നുമില്ല. എന്നാലും എന്താണാവോ മുറ്റത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാട്ടോ സൗണ്ട് കേൾക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ചൂലും ഇനി കണ്ടപ്പോൾ തന്നെ ഓടി സ്ഥലം വെച്ചിരിക്കണ്. ഇവിടെ ഒന്നും കാണാനില്ല. ഈ മതിൽമൂലം ഇങ്ങനെ കയറി കുത്തിരിക്കണം കേട്ടോ കിളികൾ. അപ്പോൾ നമ്മളെ മുറ്റമൊക്കെ ഏതാണ്ടും വൃത്തിയായിട്ടുണ്ട്. ഓരോ നേരത്തും ഓരോ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആദ്യമൊക്കെ ചെടികളോട് ഭയങ്കര ഇതായി. ഇപ്പോൾ പൂവിരിയണ ചെടികൾ റോസിനോട് മാത്രം എനിക്കിഷ്ടം കേട്ടോ. ഇങ്ങനത്തെ ചെടികളൊന്നും വെച്ചിപ്പോൾ കണ്ണിൽ വരെ കണ്ടുകൂടാതെയിരിക്കണം. എന്നാലും പിന്നെ അത് ഇതിലിങ്ങനെ ആക്കി വെച്ചില്ലേന്ന് എഴുതിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ചുറ്റും. റോസാപ്പൂക്കളും ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ മുറ്റത്തുണ്ടാണ് എനിക്കൊരു നല്ലൊരു വൈബായി തോന്നിയിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സ്വയം ഉണ്ടാണതാട്ടോ. മറ്റേ കാന്താരി മുളകൊക്കെ വെച്ച് ഇങ്ങനത്തേനോടൊക്കെയുണ്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ ചെടിമൊക്കെ ഇപ്പോൾ ഞാൻ വല്ലാതെ നോക്കലില്ല. ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ചെടിയാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കും. അതെന്നെ വെച്ച് റോസ് മാത്രമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ 2-3 കളർ റോസ് തന്നെയാണ് എൻ്റെ അടുത്തുള്ളൂ. പിന്നെ അതിമക്കൊന്നും തിരിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഈ കോവക്കവള്ളി ഇതുപോലെ ഒന്ന് സെറ്റാക്കി പന്തലൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും മുറ്റത്തെ അടിച്ചുവാരലൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളകൊക്കെ പറിച്ചെടുത്ത്
കൂട്ടാനും ചോറൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാൻ മുറ്റത്ത് അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാനും പിന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയതാണ്. നല്ല തണുപ്പും അടിച്ചു വരി വന്നപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചാലോ എന്നൊരു തോന്നിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നല്ലൊരു ചായ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചായ അടിച്ചിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. വേഗം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കട്ടെ. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാൻ കുറച്ച് ഇരുമ്പൻ പുളിയില്ലേ, ഞങ്ങളിതിന് ഓർക്കാപ്പുളി എന്നാട്ട് പറയാം, അത് പറിച്ചെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചക്കക്കുരുണ്ട് കറി വെക്കാനായിട്ട്. അപ്പോൾ അതിലൂടെ ഈ ഒരു ഇരുമ്പൻ പുളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. തക്കാളി ഇട്ടാലും മതി, തക്കാളി ആകെ ഒന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതവിടെ എടുത്ത് വെച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ട് തക്കാളി ഇടാം വേണമെന്നുണ്ടെങ്കിൽ. ഏതായാലും ഞാനിത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണും പോലെയല്ല, നല്ല പുളിയല്ലേ. അപ്പോൾ ഞാൻ ഇനി ചക്കക്കുരു ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. ഇന്ന് നമുക്ക് ലഞ്ചിന് കറി ഇതാണ്. പിന്നെ ചക്കക്കുരുക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകവും പച്ചമുളക്, കുറച്ച് ചെറിയൊരു തക്കാളിൻ്റെ ഒരു കഷ്ണം, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം കേട്ടോ. അത്ര മതി, വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. പല ടേസ്റ്റിലും തേങ്ങ അരച്ചും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടും പല മസാലകളൊക്കെ ഇട്ട് ചക്കക്കുരു കറി വെക്കും എന്നൊക്കെ കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ടേസ്റ്റ് സിമ്പിൾ ടേസ്റ്റിൽ സിമ്പിൾ ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ അതേ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. നാടൻ ലുക്ക് നാടൻ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇന്ന് തോരനായിട്ട് നമുക്ക് ഇണ്ണിത്തട്ടയാണ് കേട്ടോ. വായൻ്റെ കൂമ്പല്ലേ ഇതിന് പറയാം. ഇതിന് ഇണ്ണിത്തട്ടാന്ന് ഞങ്ങൾ പറയാം. ഇണ്ണിത്തട്ടാന്ന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഞാൻ ഇണ്ണിത്തട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഞാനൊരു വട്ടപ്പാത്രത്തിലിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഈ ഒരു പപ്പടക്കോലില്ലേ, പപ്പടത്തിൻ്റെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒഴിവാക്കാനുള്ളതൊക്കെ ഇതുപോലെ എടുത്താൽ കിട്ടും കേട്ടോ. എന്താ ഇതിന് പറയുക, ഈ ഒരു സാധനം അത് ഒഴിവാക്കാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും, മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വായൻ്റെ തന്നെയാണ്, വിഷാംശങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് കറി ചക്കക്കുരു കറിയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാനേതായാലും ഇട്ട് കൊടുത്തിട്ടില്ല. ഒക്കെ പറിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ, കുറച്ച് ദൂരത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കറിവേപ്പിൻ്റെ ഇടാതെ തന്നെയാണ് ഇതൊന്ന് വറവിട്ടണ്. ഇനി നമുക്ക് മറ്റേ അതില്ലേ എണ്ണിത്തട്ട,
അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടാൽ മതി. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇതിലേക്കും നല്ല ജീരകമൊക്കെ ഇട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെയൊന്നും. ഇതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടുന്നതാണ് എനിക്ക് ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ചിക്കന് കുറച്ചുണ്ടായിനി, അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഇത്ര പണിയുള്ളൂ. ഇന്നത്തെ ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ റൂട്ടീനായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതായിക്കോട്ടെ. എന്തായാലും കമൻ്റൊക്കെ അറിയിക്കുക. ഒന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.